Please subscribe. നിങ്ങൾ ദിവസവും 10 മണിക്കൂർ പഠിച്ചിട്ടും എല്ലാം മറന്നുപോകുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ രീതിയിലാണ്. വെറും കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും വേഗത്തിൽ റിസൾട്ട് ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒരു സിസ്റ്റം ഞാൻ കാണിച്ചുതരാം. പലരും കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു കാര്യമാണ് പഠിക്കുന്നത് മറന്നുപോകാതിരിക്കാൻ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ വേണം എന്നത്. നിങ്ങളുടെ ഓരോ കമന്റും ഞാൻ വായിക്കാറുണ്ട്. ഇതുപോലെ മറ്റെന്തെങ്കിലും ടോപ്പിക്കിനെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. ദ പ്രോബ്ലം: വൈ മോസ്റ്റ് 10-hour പ്ലാൻസ് ഫെയിൽ? 10 മണിക്കൂർ പുസ്തകത്തിന് മുന്നിലിരിക്കുന്നത് വലിയ കാര്യമാണെന്ന് തോന്നാം. പക്ഷേ മിക്കവരും പരാജയപ്പെടുന്നത് അവരുടെ അപ്രോച്ച് തെറ്റായതുകൊണ്ടാണ്. മെമ്മറൈസേഷൻ വേഴ്സസ് അണ്ടർസ്റ്റാൻഡിംഗ്. വെറുതെ കാണാതെ പഠിച്ചാൽ അത് കുറച്ചു നേരത്തേക്ക് മാത്രമേ കാണൂ. ബട്ട് വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ വൈ ആൻഡ് ഹൗ, നിങ്ങൾക്കതൊരിക്കലും മറക്കില്ല. ഷാലോ ലേണിംഗ്. വെറുതെ ഹൈലൈറ്റ് ചെയ്യുന്നതോ വായിക്കുന്നതോ സമയം കളയലാണ്. ആക്റ്റീവ് ലേണിംഗ് ആണ് പ്രധാനം. ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി. 10 മണിക്കൂർ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് 4 മണിക്കൂർ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ്. ദ 3 ടൈപ്സ് ഓഫ് സ്റ്റഡി അവേഴ്സ്. ദ സിസ്റ്റം. നമ്മുടെ 10 മണിക്കൂറിനെ 3ആയി തിരിക്കാം. 1. കോൺസെപ്റ്റ് അവേഴ്സ്, 4 hours. ഇതാണ് നിങ്ങളുടെ അടിത്തറ. ഇവിടെ നിങ്ങൾ ഒരു ടോപ്പിക് ആഴത്തിൽ മനസ്സിലാക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഓരോ വരി വായിക്കുമ്പോഴും സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ടിതിങ്ങനെ സംഭവിക്കുന്നു? ടിപ്പ്: ഒരു പാരഗ്രാഫ് വായിച്ചാൽ അത് സ്വന്തം വാക്കുകളിൽ വിവരിക്കാൻ ശ്രമിക്കുക. സെൽഫ് എക്സ്പ്ലനേഷൻ. 2. പ്രാക്ടീസ് അവേഴ്സ്, 3 hours. പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമായി ചെയ്തു നോക്കുക. എന്താണ് ചെയ്യേണ്ടത്? സോൾവിംഗ് പ്രോബ്ലംസ് ആൻഡ് അറ്റംപ്റ്റിംഗ് പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ്. ടിപ്പ്: സമയം വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ടൈം യുവർസെൽഫ്. നിങ്ങൾ വരുത്തുന്ന തെറ്റുകൾ ഉടൻ തന്നെ തിരുത്തുക. 3. റിവ്യൂ ആൻഡ് ഔട്ട്പുട്ട് അവേഴ്സ്, 3 hours. ഇവിടെയാണ് നിങ്ങളുടെ അറിവ് പെർമനന്റ് ആകുന്നത്. എന്താണ് ചെയ്യേണ്ടത്? പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതുപോലെ പറയുക. ഫ്ലാഷ് കാർഡ്സ് അല്ലെങ്കിൽ മൈൻഡ് മാപ്സ് ഉപയോഗിക്കുക. ടിപ്പ്: ആക്റ്റീവ് റീകോൾ ആണ് ഇതിന്റെ രഹസ്യം. ഹൗ ടു സ്ട്രക്ചർ യുവർ ഡേ. ദ ടൈം ടേബിൾ. മോർണിംഗ് 8 AM to 12 PM. കോൺസെപ്റ്റ് അവേഴ്സ്, 4 hours. രാവിലെ മനസ്സ് ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇടയ്ക്ക് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ആഫ്റ്റർനൂൺ 1 PM to 4 PM. പ്രാക്ടീസ് അവേഴ്സ്, 3 hours. ഉച്ചയ്ക്ക് ശേഷം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും വ്യായാമങ്ങൾ ചെയ്യാനും മാറ്റിവെക്കുക. ഈവനിംഗ് 5 PM to 8 PM. റിവ്യൂ ആൻഡ് ഔട്ട്പുട്ട് അവേഴ്സ്, 3 hours. അന്ന് പഠിച്ച കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്യുക. ടൂൾസ് ആൻഡ് മിസ്റ്റേക്സ് ടു അവോയ്ഡ്. പഠനം എളുപ്പമാക്കാൻ നോഷൻ പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കാം. സംശയങ്ങൾ തീർക്കാൻ ChatGPT പോലുള്ള AI ടൂൾസും പ്രയോജനപ്പെടുത്താം. മിസ്റ്റേക്സ് ടു അവോയ്ഡ്: 1. പാസീവ് റീഡിംഗ്. ചിന്തിക്കാതെ വായിച്ചു പോകരുത്. 2. മൾട്ടി ടാസ്കിംഗ്. പഠിക്കുമ്പോൾ ഫോൺ മാറ്റിവെക്കുക. ഫോക്കസ് ആണ് എല്ലാം. 3. സ്കിപ്പിംഗ് ഹാർഡ് ടോപ്പിക്സ്. പ്രയാസമുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. ബോണസ് ടിപ്പ്: ഉപയോഗിക്കുക ഫെയിൻമാൻ ടെക്നിക്. ഒരു കൊച്ചുകുട്ടിയോടെന്ന പോലെ കാര്യങ്ങൾ ലളിതമായി വിവരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഡബിൾ ആകും. ഈ 10 മണിക്കൂർ സിസ്റ്റം ഒരാഴ്ച ഫോളോ ചെയ്തു നോക്കൂ. മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ ടോപ്പിക്കുകൾക്കായി കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്.